എടാ എമ്പുരാനും ലൂസിഫറും കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ കൂട്ടത്തിലും ഒരു ഇലുമിനാലിറ്റി ഉണ്ട്. അതാര്? അനീഷ്. ഇലുമിനാലിറ്റിയാ? അതെന്തോന്ന്? എടാ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ മുൻകൂട്ടി പറയുന്ന ആൾക്കാരാണ് ഇലുമിനാലിറ്റി. അവരാണ് ഈ വേൾഡ് തന്നെ കൺട്രോൾ ചെയ്യുന്നത്. എടാ നിന്റെ കാമുകി നിന്നെ തേക്കൊന്ന് അനീഷ് മുൻകൂട്ടി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. നടന്നില്ലേ? നടന്ന്. എനിക്ക് പെമ്പിളരെ നടി കിട്ടുമെന്ന് പറഞ്ഞു, കിട്ടിയില്ലേ? അത് പ്രത്യേകിച്ച് അനീഷ് പറയേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ കയ്യിരിപ്പാണം പറയാ. എടാ ആനക്കാര് പറഞ്ഞിട്ട് ചേനക്കാര് നീ പറയല്ലേ. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ അനീഷ് ആരാണ്? അനീഷ് എടാ ഇലുമിനാലിറ്റി. എടാ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എല്ലാണ്. എല്ല് പട്ടിക്ക് കൊടുക്കണല്ല. അതല്ല, ആൽഫബറ്റ് എല്ല്. ഓ, നീ അവന്റെ ഫോണിന്റെ പാറ്റേൺ ലോക്ക് നോക്കിയിട്ടുണ്ടോ? എല്ല്. എല്ലല്ലേ. ഇനി അവന്റെ കാറിന്റെ ബാക്കില് എല്ല്. ഇനി അവനെ സൂക്ഷിച്ചൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര എല്ല് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം. അവന്റെ ഓരോ പ്രവൃത്തിയിലും അവന്റെ കയ്യിലെ മുദ്ര ശ്രദ്ധിച്ചറിയാം അതിലൊരു എല്ല് ഒളിച്ചിരിക്കും. അങ്ങനെ എത്ര എല്ലുകൾ? 206 എല്ല് കിട്ടും. അല്ല, മനുഷ്യ ശരീരത്തിൽ 206 എല്ലാണല്ലോ. പൂന്ന് പറയുമ്പോ അളി എനിക്ക് കൂടെ എങ്ങനെയാലും ഇലുമിനാറ്റി ചേർണം. എന്തിനുണ്ട് വഴി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരം ചെയ്ത രസീതുമായിട്ട് നേരെ പോയി 100ന്റെ ഫോം വാങ്ങിച്ച് നേരെ പൃഥ്വിരാജിന്റെ വീട്ടിൽ പോയിട്ട് പുള്ളിയെ കൊണ്ട് ഒപ്പിട്ട് മേടിക്കണം. മനസ്സിലായ? എടാ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാടാ? ഇതൊക്കെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്ന സംഭവല്ലേ. അപ്പൊ അനീഷിന്റെ ചോദിക്കല്ലേ? വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. അണ്ണ നിങ്ങളെ കൂട്ടുകാരൻ അനീഷിന്റെ എല്ലാം ഒടിഞ്ഞ്. ഓ അവിടെ എല്ല് 2 ബൈക്കായിട്ട് കൂട്ടിയിടിച്ച് എല്ല് കണക്കുന്നു. അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. കയ്യിലെ എല്ലും ഒടിഞ്ഞെന്നാണ് കേട്ട. കൈ ഒടിഞ്ഞിട്ടും കൈ എല്ല് പോലും വെച്ചേക്കും.